മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള ജനറൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യും. കഴിഞ്ഞ 2 വർഷമായി കോലഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിച്ചു വന്നിരുന്ന ചാരിറ്റബിൾ സംഘടനയാണ് ഭക്ഷണ വിതരണം നടത്തിയിരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്നാണ് ഇവർ ഭക്ഷണ വിതരണത്തിൽ നിന്നും പിന്മാറുന്നത്. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള ജനറൽ ആശുപത്രിയിലെ ഉച്ചഭക്ഷണ വിതരണം മൂവാറ്റുപുഴ നഗരസഭ ഏറ്റെടുത്തു. കഴിഞ്ഞ 2 വർഷക്കാലമായി കോലഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ലൈഫ് ലൈൻ എന്ന ചാരിറ്റബിൾ സംഘടനയാണ് എല്ലാ ദിവസവും ഉച്ചഭക്ഷണം വിതരണം ചെയ്തിരുന്നത്. ലൈഫ് ലൈൻ സംഘടനയ്ക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഭക്ഷണ വിതരണം നിർത്തിയത്. ഈ സാഹചര്യം സംഘടന നഗരസഭാ അധികൃതരെ അറിയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ദിവസേന ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസകരമായ തീരുമാനം മൂവാറ്റുപുഴ നഗരസഭ എടുത്തിരിക്കുന്നത്. 200ഓളം ആളുകളാണ് ഇവർ കൊണ്ടുവരുന്ന ഉച്ചഭക്ഷണത്തെ ആശ്രയിച്ചിരുന്നത്. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം മുടങ്ങുമെന്ന ആശങ്ക വേണ്ടെന്നും മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഭക്ഷണ വിതരണം ഒരു ദിവസം പോലും മുടക്കമില്ലാതെ തുടരുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. മൂവാറ്റുപുഴ ജനറൽ ഹോസ്പിറ്റലിലെ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസപ്രദമായ ഒരു കാര്യമായിരുന്നു ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റാണ് നാളിതുവരെയും അവർക്കുള്ള ഉച്ചഭക്ഷണം നൽകിയിരുന്നത്. രോഗികളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മൂലം ഈ ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇനി തുടർന്ന് ഭക്ഷണം കൊടുക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിരുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയായിരുന്നു. എന്നാൽ നഗരസഭ ഇന്നുകൂടിയാണ് ലൈഫ് മിഷൻ ഇന്നിവിടെ ഫുഡ് കൊടുക്കുക. പക്ഷെ നഗരസഭ ഇന്നത് ആർജവത്തോടുകൂടി ഇന്നത് ഏറ്റെടുക്കുകയാണ്. ജനറൽ ഹോസ്പിറ്റലിലെ രോഗികൾക്കുള്ള ഫുഡ് വിതരണം ചെയ്യുന്നതിന് ഒരു തരത്തിലുമുള്ള തടസ്സം വരുവാനായിട്ട് നഗരസഭ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അറിയിക്കാനായിട്ടുള്ളത്. കാരണം നാളെ മുതൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ ഒരു ഭക്ഷണ വിതരണം തുടർന്നു പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ഈ പ്രദേശത്തുള്ള വ്യക്തികളുടെ സഹായം തേടിക്കൊണ്ട് അതിന് നഗരസഭ നേതൃത്വം കൊടുത്തുകൊണ്ടായിരിക്കും മുൻപോട്ട് പോവുക. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഇവിടെ സൗജന്യമായിട്ട് ഭക്ഷണ വിതരണം നടത്തിയിരുന്നത് കോലഞ്ചേരി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. വലിയൊരു സേവനമാണ് അവർ ഈ കാലയളവിലെ ജനറൽ ഹോസ്പിറ്റലും അതുപോലെ തന്നെ നഗരസഭയിൽ ഇവിടെയുള്ള പ്രദേശവാസികൾക്കും വേണ്ടി ചെയ്തിരുന്നത്. ഈ ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുവാനായിട്ടും കൂടെ നഗരസഭയുടെ പേരിലുള്ള ഈ ജനറൽ ഹോസ്പിറ്റലിന്റെ പേരിലുള്ള നന്ദി പ്രകടിപ്പിക്കുവാനായിട്ടും കൂടി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത പി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CM ഷുക്കൂർ, കൗൺസിലർമാരായ ഷിത റാണി, നൌഫിയ മൊയ്തീൻ, ജാസ്മിൻ ഉമ്മർ, ദീപ്തി വിപിൻ, ആശുപത്രി സൂപ്രണ്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.